ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എൻഫേസിന്റെ മൈക്രോ ഇൻവെർട്ടർ ആണ്. അത് കൊല്ലം ഐത്തിലാണ് നമ്മൾ ഈ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. 3 കിലോ വാട്ടാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇതിനെ കുറിച്ചുള്ളതാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു വർക്ക് നടക്കുന്നത് നമ്മുടെ കൊല്ലം ഐത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ള ഒരു സ്ട്രക്ചർ വർക്കാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 മീറ്ററിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് 7 പാനലാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞാൽ മൈക്രോ ഇൻവെർട്ടർ ആണ്. അപ്പോൾ എൻഫേസിന്റെ ഒരു 7 മൈക്രോ ഇൻവെർട്ടർ, 7 പാനൽ, അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാളേഷന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വർക്കൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് തീരാറായിട്ടുണ്ട്. നമ്മുടെ പാനലിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സോളാർ പാനൽ. നമ്മൾ 7 പാനലാണ് എടുത്തിരിക്കുന്നത്. റിന്യൂ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന്റെ 550 വാട്ട്സിന്റെ സോളാർ പാനലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 7 പാനൽ ഇതേ ഇവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി മുകളിൽ കയറ്റണം. ഏകദേശം ഒരു 3 നിലയുടെയൊക്കെ ഹൈറ്റ് ഉണ്ട് കേട്ടോ വീടിന്. അപ്പൊ നമുക്കിത് സൈഡിൽ കൂടെ തന്നെ എല്ലാം വലിച്ച് മുകളിൽ കയറ്റണം. അപ്പോൾ ഈ ഒരു സോളാർ പാനൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പാനലാണ്. എൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടല്ലോ, ഇവിടെ ലേബലും കാര്യങ്ങളൊക്കെ നമ്മൾ മോഡൽ നമ്പറും കാര്യങ്ങളും ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ആംപിയറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സോളാർ പാനൽ തന്നെയാണ്. നല്ല പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഒരു 7 പാനൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നവീൻ നട ഓരോ പാനൽസ് മുകളിലേക്ക് പൊക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറ്റി, പിന്നെ അതിന് മുകളിലാണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകളിലേക്ക് അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ളത് കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു പാനൽസുകൾ നമ്മൾ മുകളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ വണ്ടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഈ പാനൽസ് തിരിച്ചു കയറ്റാനുള്ള സൗകര്യക്കുറവുണ്ട്. കാരണം നമുക്കവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സ്പേസിൽ തന്നെ നമുക്കത് മുകളിലേക്ക് ഇങ്ങനെ മുകളിൽ കയറ്റിയിട്ട് ഇത് കണ്ടോ, സ്ട്രക്ചറിന്റെ മുകളിൽ, സ്ട്രക്ചറും അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഏകദേശം ഒരു 2 മീറ്റർ കൂടുതൽ ഹൈറ്റ് വരുന്നുണ്ട്. കാരണം ഈ ഒരു തെങ്ങ് വളർന്നു വരുന്നതിന്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഹൈറ്റ് ആയി കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലേക്ക് ക്ലീൻ ചെയ്യാനുള്ള ലാഡറും ബാക്ക്വേയും ഒക്കെ ഇതിനകത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 7ാമത്തെ പാനലിന്റെ ഒക്കെ ആ ഒരു ഫിറ്റിങ്സിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. 3, 2, 5, 6, 7. അപ്പോൾ 7 പാനലും ഇത് കണ്ടോ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷനും നല്ലൊരു യൂണിറ്റ് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിഴലൊക്കെ വന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു പാനൽസ് നിഴൽ വീണാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ എൻഫേസിന്റെ നമ്മൾ ഈ ഒരു മൈക്രോ ഇൻവെർട്ടർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മറ്റുള്ള ഒരു സിസ്റ്റത്തെക്കാട്ടി കൂടുതലായിട്ട് നമുക്കൊരു പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മൈക്രോ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, 7 മൈക്രോ ഇൻവെർട്ടറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഓരോ പാനൽസിനും ഓരോ ഇൻവെർട്ടർ. അപ്പം നമ്മൾ DC കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ തന്നെ AC നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു ഓപ്ഷൻസ്, അതുപോലെ തന്നെ എത്ര വാട്ട്സിന്റെ പാനൽ കൊടുക്കാം, എത്ര ആംപിയർ നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഈ ഒരു എൻഫേസിന്റെ ഈ ഒരു മൈക്രോ ഇൻവെർട്ടറിനകത്ത് തന്നെ നമുക്കിവിടെ കമ്പനി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ആ ഒരു ഡീറ്റെയിൽസ്. കമ്പനി ഇതിനകത്ത് വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് DC കൊടുത്താൽ ഓട്ടോമാറ്റിക് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു AC-യിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റാളേഷനിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ DC കണക്ട് ചെയ്ത് ലൂപ്പ് ചെയ്ത് ഇത്രയും ഒരു ഡേഞ്ചർ ആണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ മൈക്രോ ഇൻവെർട്ടറിനകത്തൂടെ 230 നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മളത് കഴിവതും ഒരുപാട് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ പാനൽസ് കൊടുക്കാവുന്നതിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും ഉണ്ട്, ആംപിയർ കൊടുക്കുന്നതിന്റെ ഡീറ്റെയിൽസുകൾ, ഇപ്പം ഇതെല്ലാം ഇതിനകത്തുണ്ട്. എത്ര വോൾട്ട് നമുക്ക് മാക്സിമം കൊടുക്കാം, ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമ്പനി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു മൈക്രോ ഇൻവെർട്ടറിന്റെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു വ്യൂ വരുന്നത്. നമുക്ക് ഈ ഒരു പാനൽസിന്റെ അടിയിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ DC കൊടുക്കാനുള്ള ഓപ്ഷൻ, അപ്പോൾ അവിടെ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. DC AC 2 പോർട്ടാണ് ഇവിടെ വരുന്നത്. അതിൽ ഒരെണ്ണം നമുക്ക് DC ആണ്, ഒരെണ്ണം AC ആണ്. അപ്പോൾ അവിടെ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നടുക്ക് നമുക്ക് ഇൻഡിക്കേറ്റർ അറിയാനുണ്ട്. അതായത് ഈ പാനൽസിൽ നിന്നുള്ള ഊർജ്ജം കിട്ടിയതിന് ശേഷം കൺവേർട്ട് ചെയ്ത് നമുക്ക് 230-ലേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ നമ്മുടെ DC ഇത് കണ്ടോ, DC നമ്മൾ അവിടെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ്, ഇതിന്റെ ഒരു കേബിളും കാര്യങ്ങളും കണക്ടറും ഒക്കെ ഇതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എത്ര എണ്ണമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോർഷനായിട്ടാണ് നമുക്ക് വരുന്നത്. കാരണം ലൂപ്പ് ചെയ്താണ് ഇതിനകത്ത് പോകുന്നത്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പാനൽസിന്റെയും എല്ലാ ഇൻവെർട്ടറുകളും ഒരേ പോർഷനിൽ തന്നെ ഒരേ രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം.
അതൊക്കെ ചെക്ക് ചെയ്ത് വേണം ഇതിനകത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മൈക്രോ ഇൻവെർട്ടറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഊർജ്ജം ഒരു ശകലം പോലും വേസ്റ്റ് ആവാതെ ഒരു പാനലിൽ നിന്ന് വീണാലും നമുക്ക് അത്യാവശ്യം മാക്സിമം ഒരു ഊർജ്ജം കിട്ടും. അതുകൊണ്ട് ഇതിന്റെ ജംഗ്ഷൻ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇതുപോലെ ജംഗ്ഷൻ ഇട്ട് കൊടുക്കുവാൻ വേണ്ടി ഒരു ജംഗ്ഷൻ ബോക്സും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നല്ല ഒരു ജംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു മൈക്രോ ഇൻവെർട്ടർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനാണ്. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ സെൽഫ് സ്ക്രൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാനലിനകത്ത് സ്ലിപ്പ് ചെയ്ത് കയറി പോകാതെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡബിൾ സൈഡിൽ നിന്നുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പം അത് നല്ലൊരു ഇതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ വയറിങ് കാര്യങ്ങളും ലൈറ്റിംഗ് അറസ്റ്റ് എല്ലാം കൊടുത്തതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് താഴെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റ് കൊടുക്കാനുള്ളത്, അതുപോലെ തന്നെ മറ്റ് എർത്തുകൾ DC എർത്ത് AC എർത്ത് കൊടുക്കാനുള്ള ആ ഒരു പോർഷൻസിൻ്റെ ഡീറ്റെയിൽസുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന പവർ നമുക്ക് വൈദ്യുതി ഉള്ള സമയത്ത് ഓൺ ആവാനും ഓഫ് ചെയ്യാനും ഒക്കെ ഉള്ള മാഗ്നറ്റിക് കോൺടാക്ടർ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കമ്പനി ഒരു പോർഷനായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബാലൻസ് വയറിങ്ങും കാര്യങ്ങളും നമ്മുടെ വൈഫൈ ആഡ് ചെയ്യുന്നതിൻ്റെ മോണിറ്റർ ചെയ്യാനുള്ളത് മറ്റു കാര്യങ്ങളെല്ലാം ബ്രേക്കർ ഫ്യൂസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് മേളിൽ നിന്ന് വരുന്ന ആ ഒരു പവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മീറ്റർ ബോക്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു വർക്ക് ഫിനിഷ് ആയതിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.